ഇന്ത്യ പാകിസ്ഥാൻ ഇതല്ലാതെ വേറൊരു പ്ലോട്ട് സത്യം പറഞ്ഞ് ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ഇങ്ങനത്തെ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ളൊരു ഫൈറ്റാണ് മെയിൻ അട്രാക്ഷൻ. എനിക്കറിയാം നമ്മുടെ ക്രിക്കറ്റ് കളി മുതൽ നമ്മുടെ പണ്ടത്തുണ്ടായിരുന്ന, അതായത് നമ്മൾ തമ്മിട്ടുണ്ടായിരുന്ന വാർ വരെയാണെങ്കിലും നമുക്ക് അത് തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു പുതുമ അത് ആസ് ഒരു ഓഡിയൻ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ടിപ്പിക്കൽ ഇന്ത്യ vs പാകിസ്ഥാൻ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ബേസിക് സ്റ്റോറിയിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. സോ എല്ലാ കൂട്ടുകാർക്കും വെക്സ് എൻ്റർടൈൻമെൻറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണൻ. എനിക്കറിയാം നമ്മൾ ഇത് റിവ്യൂ ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി, കാരണം ഇന്നലെ രാത്രി മാത്രമാണ് എനിക്ക് സിനിമ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ ലാഗടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ടൈമൊന്നും കളയുന്നില്ല. ഹൃത്തിക് റോഷൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഫൈറ്റിൻ്റെ റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. സോ റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടത് മുതൽ തന്നെ നമ്മുടെ മൈൻഡിലുണ്ടായിരുന്ന ആദ്യത്തെ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സിനിമയുടെ റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. മറ്റൊന്നുമല്ല, ഇത് ടോപ്പ് ഗൺ മാവറിക്കിൻ്റെ ഒരു കട്ട് കോപ്പി പേസ്റ്റ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ സിനിമ നല്ല രീതിയിൽ ടോപ്പ് ഗൺ മാവറിക്ക് ആയിട്ട് ഇൻസ്പയർ ചെയ്തെടുത്തിട്ടുള്ളൊരു സിനിമയാണെന്നൊരു കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിലേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഏരിയൽ കോമ്പാക്റ്റ്, അതുപോലെ തന്നെ കുറേയധികം റെഫറൻസ് നമുക്ക് ടോം ക്രൂസിൻ്റെ ആ ഒരു സിനിമയിൽ നിന്ന് നമുക്ക് ആക്ച്വലി ഈ ഒരു സിനിമയിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് സിദ്ധാർത്ഥ് ആനന്ദ് എപ്പോഴും ഓരോ സിനിമ പിടിക്കുമ്പോഴത്തേക്കും ഹോളിവുഡ് ലെവൽ സിനിമ പിടിക്കണമെന്നൊക്കെ പുള്ളിക്കാൻ നല്ലൊരു വിഷണറി ആയിട്ടുള്ളൊരു ഡയറക്ടർ കൂടി തന്നെയാണ്. നമുക്ക് വാറ്, പത്താൻ ഇതേപോലത്തെ സിനിമയിലൊക്കെ നമുക്ക് ഇതൊക്കെ കാണാനും സാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഒരു കട്ട് കോപ്പി പേസ്റ്റ് ഒരിക്കലുമല്ല. പക്ഷേ പല സീൻസും പല സീക്വൻസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണെങ്കിലും നല്ലൊരു സിമിലാരിറ്റി ടോപ്പ് ഗൺ മാവറിക്കായിട്ട് നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ട്. സോ അത് ആദ്യമേ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി, കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന വലിയൊരു കൺഫ്യൂഷൻ തന്നെയായിരുന്നു അത്. ഇത് ടോം ക്രൂസിൻ്റെ ടോപ്പ് ഗണ്ണിൻ്റെ കോപ്പി അടിയല്ലേ ഫൈറ്റർ എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഇത് ഇൻസ്പയർഡ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഞാൻ ആക്ച്വലി ഓൾറെഡി വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും ഒരു ഇന്ത്യ vs പാകിസ്ഥാൻ തന്നെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സിനിമയെ പ്രത്യേകതയാക്കിയിട്ടുണ്ടായിരുന്ന കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. കാരണം വളരെ സൂപ്പറായിട്ട് തന്നെ അവർക്ക് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്യാൻ സാധിച്ചെന്നാണ് എനിക്ക് എല്ലാ രീതിയിലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ടൈം സിനിമയ്ക്ക് റൺ ടൈം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആക്ച്വലി ഒരു ലാഗ് ഫീൽ ചെയ്യില്ല. കാരണം അത്രയും സൂപ്പറായിട്ട് അവർക്ക് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഒരു പരിധി വരെ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ടും എനിക്ക് പേഴ്സണലി തോന്നിയായിരുന്നു. പിന്നെ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ആക്ച്വലി ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ശേഷം അവർ ഫിക്ഷണൽ സ്റ്റോറി എന്നും പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളൊരു കാര്യം ഞാൻ സത്യം പറഞ്ഞ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിടിക്കുക, അല്ല രണ്ട് കാര്യത്തിലും പിടിക്കരുത്. ആൻഡ് ഇനി ഈ സിനിമയുടെ എനിക്ക് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഹൃത്തിക് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഹൃത്തിക്കിനെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യം പറയണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് എന്താണെങ്കിലും എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ലെജൻഡറി ആയിട്ടുള്ളൊരു ആക്ടർ തന്നെയാണ് ഹൃത്തിക് റോഷൻ. ആൻഡ് പുള്ളിക്കാരൻ വളരെ കിടിലനായിട്ടുള്ളൊരു റോൾ തന്നെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് ഭയങ്കര ലൈക്കബിൾ ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. വാറിനേക്കാളും പുള്ളിക്കാരൻ ഈ ഒരു ക്യാരക്ടർ എനിക്ക് കുറച്ചും കൂടി എനിക്ക് റിലേറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ബാക്കി നമുക്ക് ദീപിക പദുക്കോണെ കിട്ടുന്നുണ്ട്, അതുകൂടാതെ അനിൽ കപൂറിനെ കിട്ടുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെയാണ് ഈ ഒരു സിനിമയുടെ മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഈ ഒരു ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രി, അതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന ആ ഒരു ഇമോഷണൽ കാര്യങ്ങൾ, അതായത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ സ്ക്രീൻ പ്ലേ അവർക്ക് സൂപ്പറായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. പിന്നെ ഒബ്വിയസ്ലി ഒരു ബോളിവുഡ് സിനിമ അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു ഇന്ത്യൻ സിനിമയാണെങ്കിലും അതിനകത്ത് റൊമാൻസ് കുത്തി നിറയ്ക്കാൻ അവർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. സിനിമയ്ക്കകത്തും ഉണ്ട്, പക്ഷെ അവർ ഒരു രീതിയിൽ അത് ചെയ്തത് വളരെ സൂപ്പറായിട്ട് തന്നെ എനിക്ക് തോന്നി. കാരണം ടിപ്പിക്കലായിട്ട് ആൾക്കാർ റൊമാൻസ് ഇടുന്ന പോലെയല്ല സിദ്ധാർത്ഥ് ആനന്ദ് ഇതിനകത്ത് കൊണ്ടുവന്നത്. ആൻഡ് അത് നമ്മൾ അടുത്തിടെ ഇങ്ങനത്തെ ഒരു പുതിയൊരു അപ്രോച്ച് നമ്മൾ എന്താണെങ്കിലും ബോളിവുഡ് സിനിമയിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമ നമ്മൾ കണ്ടിട്ടില്ല. അതിന് പുള്ളിക്കാരൻ എന്താണെങ്കിലും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇമോഷണൽ സീൻസിലേക്ക് വേണ്ടി അവർ ആക്ച്വലി ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ് പോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ നല്ല രീതിയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം അതിനുശേഷം നമ്മൾ പിന്നീട് ഈ ഒരു ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കി ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ ഒരു ഇമോഷണൽ സീൻസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻ പ്ലേ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഘടകം. ആൻഡ് അത് അവർക്ക് സൂപ്പറായിട്ട് തന്നെ ആവിഷ്കരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് എല്ലാം കിടിലനാണെങ്കിൽ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുള്ള വില്ലൻ കുറച്ചും
കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ വില്ലൻ ഒരു ടിപ്പിക്കൽ ബോളിവുഡ് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള വില്ലൻ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് ഇതിനെ കൊല്ലണം എന്നുള്ള ആ ഒരേ ഒരു മോട്ടീവായിട്ടുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്ക് ആ ഒരു പ്ലോട്ട് അങ്ങനെ കൊണ്ടുപോയേ പറ്റുമല്ലോ. സോ അതുകൊണ്ട് തന്നെ അതവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. എനിക്ക് തോന്നി ഒരു ജനറിക് വില്ലനെ തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് ലഭിക്കുന്നത് തന്നെ. ഇനി നമ്മൾ ഈ ഒരു സിനിമയുടെ മറ്റൊരു പോസിറ്റീവ് സൈഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് സിനിമയ്ക്കകത്തുള്ള ആക്ഷൻസ്, സ്റ്റണ്ട്, സ്പെഷ്യലി ഫ്ലൈറ്റ്സ് വെച്ചിട്ടുള്ള ആ ഒരു ഏരിയൽ കോമ്പാക്റ്റ്, ഇതെല്ലാം അവർ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ സിനിമയിൽ നമുക്ക് എത്രത്തോളം കൊണ്ടുവരാം ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഹോളിവുഡ് ലെവൽ അല്ല ഞാൻ പറയുന്നത്, എന്നാലും എത്രത്തോളം നമ്മളെ കാണിക്കാൻ സാധിക്കും അത് ഈ ഒരു സിനിമയ്ക്കകത്ത് സിദ്ധാർത്ഥ് ആനന്ദിന് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് എല്ലാ രീതിയിലും സാറ്റിസ്ഫൈങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പോൾ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് വിഷ്വൽ എഫക്ട്സും CGIയും എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം. ഇത്രയും ഞാൻ പറയാം. ടോപ്പ് ഗൺ മാവറിക് ആയിട്ടൊന്നും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു ഇന്ത്യൻ സിനിമയിൽ നമുക്ക് എത്രത്തോളം കാണിക്കാം, കാരണം നമുക്കറിയാം ഈ ഒരു ജെറ്റും കാര്യങ്ങളൊക്കെ പറത്തുമ്പോഴത്തേ എത്രത്തോളം വിഷ്വൽ എഫക്ട്സും CGIയും വേണമെന്നുള്ളൊരു കാര്യം, അത് അവർക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിയാൽ നല്ലൊരു CGIയും വിഷ്വൽ എഫക്ട്സും തന്നെയാണ് ഫൈറ്ററിനകത്ത് അവർ കൊടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ സാറ്റിസ്ഫൈങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് ഇനി ചെറിയ രീതിയിൽ എനിക്ക് പോരായ്മ തോന്നിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഡയലോഗ്സ് കുറച്ചും കൂടി നന്നാക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കും ഡയലോഗ്സ് കുറച്ചും കൂടി ക്ലീഷി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫ് എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അവർ നമ്മളെ കാണിച്ചിട്ടുള്ളത് ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവരെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ആസ് ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ളൊരു കാര്യം. പക്ഷേ സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് പോയി ഹൃത്തിക് റോഷൻ ക്രിഷായിട്ട് മാറുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമകൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ലോജിക്ക് കുറച്ച് കുറവായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷെ ഞാൻ ഇത്രയും പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിലെ പോലെ തന്നെ പോയാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ടിപ്പിക്കൽ ആക്ഷൻ ഫിലിമിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം അത് തന്നെയാണ് സിദ്ധാർത്ഥ് ആനന്ദ് ഇതിനകത്ത് നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത് തന്നെ. പിന്നെ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ക്ലൈമാക്സ് തന്നെയാണ്. കാരണം ഇത് ഞാൻ ആക്ച്വലി 10ാം സിനിമ കണ്ടപ്പോഴും ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു 10ാം സിനിമയുടെ ക്ലൈമാക്സും അത്ര സാറ്റിസ്ഫൈങ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യം. ഏകദേശം ആ ഒരു കാര്യം മാത്രമാണ് ഈ ഫൈറ്റർ കണ്ടപ്പോഴും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം സിദ്ധാർത്ഥ് ആനന്ദിൻ്റെ കയ്യിൽ കുറേയധികം ഐഡിയാസ് ഉണ്ട്. പക്ഷെ ആ ഒരു ഐഡിയാസ് പുള്ളിക്കാരൻ ഒരു 80 to 90% എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ബാക്കി 10% അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അത് തന്നെയാണ് എനിക്ക് സത്യമാണ് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് കണ്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നിരുന്നാലും 10ാനും ഫൈറ്ററും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 10ാനേക്കാളും കുറച്ചും കൂടി ഒരു സ്റ്റഡി ആയിട്ട് പോകുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടും എനിക്ക് ഫൈറ്റർ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലൈമാക്സ് അവർക്ക് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. 10ാൻ്റെയും ആ ഒരു ക്ലൈമാക്സ് കുറച്ചും കൂടി നന്നാക്കിയിരുന്നെങ്കിൽ സൂപ്പർ ആക്കാൻ പറ്റിയിരുന്നേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതേ സെയിം കാര്യം തന്നെയാണ് ഫൈറ്റർ കണ്ടു കഴിഞ്ഞപ്പോഴും ഇന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഹൃത്തിക്കിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഫൈറ്ററിനെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പറയാനുള്ളൊരു കാര്യം. സോ ഓവറോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ആസ് ഒരു ഹൃത്തിക് റോഷൻ ഫാൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ള എല്ലാ സിനിമയും ഉണ്ട് ഫൈറ്റർ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടോ? നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എക്സൈറ്റഡ് ആയിരുന്നോ? വേറെ ഏത് സിനിമയാണ് നിങ്ങൾ ആക്ച്വലി ഈ ഒരു വീക്കെൻഡിൽ പോയി കാണാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.